കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വിഷു ആഘോഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൺമണി ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതായിരുന്നില്ല. ധനലക്ഷ്മി പ്രശ്നങ്ങളുണ്ടാക്കിയതിനെ തുടർന്ന് ഇപ്രാവശ്യത്തെ വിഷു കൈവിട്ടു പോകുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കൺമണിയും വീട്ടുകാരും ഇരുന്നത്. അപ്പോഴാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് കയറി വരുന്നത് കൃഷും കൂട്ടരും. ഇതോടെ അതീവ ഗംഭീരമായി വിഷു ആഘോഷം നടക്കുകയാണ്. ഈ കാര്യമെല്ലാം കാണുന്ന കൺമണി കൃഷിനെ ചെന്ന് കാണുകയും കൃഷിനോട് ഒരുപാട് സന്തോഷമായി, എനിക്ക് ഈ വിഷു ആഘോഷം ഉണ്ടാകാതെ പോകും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കൃഷ് സാർ ഇടപെട്ട് ആ ഒരു വിഷമം മാറ്റിത്തന്നു. ഒരുപാട് നന്ദിയുണ്ട് കൃഷ് സാർ. പറഞ്ഞ് അറിയിക്കാൻ പോലും സാധിക്കാത്ത അത്രയും. അതെന്താ കൺമണി നീ അങ്ങനെ പറയുന്നേ? നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി എന്തിനും ഏതിനും എപ്പോഴും ഞാനില്ലേ? ആ കാര്യം നിനക്കറിയില്ലേ? ധൈര്യമായിരിക്കുക കൺമണി, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും. അത് ഉറപ്പ് തന്നെയാ. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്കും വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ്. മാത്രവുമല്ല, വിഷു ആഘോഷം കഴിഞ്ഞതിനെ തുടർന്ന് വീണ്ടും സാഗറിൻ്റെയും സുജയുടെയും വിവാഹത്തിൻ്റെ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാവരും. ഇതോടെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഒരുക്കി തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇതേ സമയം മാനസ. ഇവരുടെ ഈ വിജയം ഇങ്ങനെ കണ്ടു നിൽക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് മാനസ മനസ്സിൽ പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.